ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് ആണ്. അതിൽ ഇന്ന് നോക്കാൻ പോകുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിംഗ്. വാട്ട് ഈസ് അക്കൗണ്ടിംഗ്? എന്താണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലേ, ഏതൊരു ബിസിനസ്മാൻ ആയാലും ആ ബിസിനസ്മാൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? അയാളുടെ ബിസിനസ്സിൽ എന്തുണ്ടാക്കുക? പ്രോഫിറ്റ് മേക്ക് ചെയ്യുക അല്ലേ, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നായിരിക്കും ഏതൊരു ബിസിനസ്മാൻ്റെയും ലക്ഷ്യം. അതിനായി തൻ്റെ ബിസിനസ്സിൽ പ്രോഫിറ്റാണോ ലോസാണോ എന്നറിയാൻ വേണ്ടി ഡേ ടു ഡേ നടക്കുന്ന മണി ട്രാൻസാക്ഷൻസിനെ ഒരു ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു. ഇതിനെ നമുക്ക് അക്കൗണ്ടിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ സിമ്പിളി നമുക്ക് അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ എന്തെന്ന് പറയാം? ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്ത് വയ്ക്കുക, റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അക്കൗണ്ടിംഗ് എന്ന് വിളിക്കാം. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അവരെന്താണ് അക്കൗണ്ടിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. Define accounting as the art of recording, classifying and summarizing in a significant manner and the terms of money, transaction and events which are in part at least of financial character and interpreting the result thereof. നമ്മൾ കുറച്ച് നേരത്തെ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് പറഞ്ഞു അല്ലേ, അത് തന്നെയാണ് അക്കൗണ്ടിങ്ങിലെ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത്. പക്ഷേ റെക്കോർഡ് മാത്രമല്ല ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം? മണി ട്രാൻസാക്ഷൻസിലുള്ള ബിസിനസ്സിൽ നടക്കുന്ന മണി ട്രാൻസാക്ഷൻസിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്ത് വയ്ക്കണം? റെക്കോർഡ് ചെയ്യുകയും അതിനെ ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ഇൻറ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് അക്കൗണ്ടിങ് ഡെഫിനിഷനിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകാം, ഇതിൻ്റെ ഫങ്ഷൻസും കൂടി പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഡെഫിനിഷൻ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആകും. അക്കൗണ്ടിങ്ങിൽ ബേസിക്കലി നമുക്ക് 5 ഫങ്ഷൻസാണുള്ളത്: റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഇൻറ്റർപ്രറ്റിംഗ് and communicates. First one is recording. The basic function of accounting. അക്കൗണ്ടിങ്ങിൽ ഒരു ബേസിക് ഫങ്ഷനാണ് ഏതെന്ന് പറയുന്നത്? റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ദ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ ക്യാരക്ടേഴ്സിലുള്ള അല്ലെങ്കിൽ മണി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ അക്കൗണ്ട്സിൽ എന്ത് ചെയ്ത് വയ്ക്കുന്നത്? റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത്. ദ ഡൺ ഇൻ എ ബുക്ക് ഈസ് കോൾഡ് ജേർണൽ. ഇതുപോലെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ബുക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജേർണൽ എന്ന് വിളിക്കുന്നത്. ഇതുപോലൊരു ഫോർമാറ്റ് ആയിരിക്കും ജേർണലിൽ ഉണ്ടാവുക. ഡേറ്റ് എഴുതുക, പെർട്ടിക്കുലേഴ്സിൽ ട്രാൻസാക്ഷൻസ് എഴുതുക, അതുപോലെ ഡെബിറ്റ് കോളം, ഒരു ക്രെഡിറ്റ് കോളം, 2 എമൗണ്ട് കോളം ഉണ്ടാകും. ഇതിലെഴുതുന്ന ഓരോന്നിനെ നമുക്ക് ജേർണൽ എൻട്രീസ് എന്നാണ് വിളിക്കുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് ഫങ്ഷനാണ് ക്ലാസിഫൈ. ബ്രിങ് ടുഗദർ ദ ഐറ്റം ഓഫ് സിമിലർ നാച്ചർ അറ്റ് വൺ പ്ലേസ്. സിമിലർ നാച്ചുറുള്ള ഐറ്റംസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്ലേസിലായിരിക്കും എന്ത് ചെയ്ത് വയ്ക്കുന്നത്? എഴുതി വയ്ക്കുന്നത് അല്ലേ. ദ ഡൺ ഇൻ എ ബുക്ക് ഈസ് കോൾഡ് ലെഡ്ജർ. ഇത് എഴുതുന്ന ബുക്കിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലെഡ്ജർ എന്നാണ് വിളിക്കുന്നത്. ഷോ ഈച്ച് ഐറ്റം അണ്ടർ എ 1 പേജ് ഈസ് കോൾഡ് അക്കൗണ്ട്സ്. ആ ഓരോ പേജിനെ നമ്മൾ അക്കൗണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജേർണൽ എഴുതിയ പോലെ തന്നെ ഒരു ഫോർമാറ്റ് എന്തിനുമുണ്ട്? ലെഡ്ജറിനുമുണ്ട്. പക്ഷേ ലെഡ്ജർ എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സിമിലർ നാച്ചുറൽ ഐറ്റംസിനെല്ലാം എന്ത് ചെയ്യും? ഒരേ പ്ലേസിലായിരിക്കും നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ലെഡ്ജറിലുണ്ടാകും. ഇനി അടുത്ത പർച്ചേസ് ആണെങ്കിലോ പർച്ചേസ് നടത്തിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ആ ലെഡ്ജറിലായിരിക്കും. സെയിൽസ്, അങ്ങനെ ഓരോന്നിനും എന്തുണ്ടാക്കും? ഓരോ ലെഡ്ജേഴ്സ് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അക്കൗണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫങ്ഷനാണ് ഏതെന്ന് പറയുന്നത്? സമ്മറൈസിങ്. ദ സമ്മറൈസിങ് ഈസ് ദ ക്ലാസിഫൈഡ് ഡേറ്റ ഇൻ ടു അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ ടു ദി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ യൂസേഴ്സ്. നമ്മുടെ അക്കൗണ്ട്സിലെ എല്ലാ ഡേറ്റാസും എന്ത് ചെയ്യണം? ഇൻറ്റേർണൽ യൂസേഴ്സിനും അതുപോലെ തന്നെ എക്സ്റ്റേർണൽ യൂസേഴ്സിനും ഒരുപോലെ തന്നെ എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ആരാണ് ഈ ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേർണൽ യൂസേഴ്സും? ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് മാനും
അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസൊക്കെ ഇതിൽ വരും. കാരണം ഇവരൊക്കെ ബിസിനസ്സിനകത്തുള്ളവരാണ്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ വിവരങ്ങൾ അറിയുന്നത്? ബിസിനസ്മാൻ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് എന്തിനു വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത്, അവരുടെ പൊസിഷൻ ഏതാണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റേഴ്സും സെയിം തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുകയാണ് ആ ഒരു ബിസിനസ്സിലുണ്ട്. അപ്പോൾ അവർക്കറിയേണ്ടത് ആ ബിസിനസ് എങ്ങനെയാണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. അതുപോലെ മാനേജേഴ്സ് ഇല്ലേ, ആ ഒരു കമ്പനിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അവിടുത്തെ എംപ്ലോയീസും മാനേജേഴ്സും ഒക്കെയാണ്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യണം, ആ കമ്പനീസിലെ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ സപ്ലൈസ്, കസ്റ്റമേഴ്സ് ഇല്ലേ, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ കമ്പനി എത്രത്തോളം നല്ലതാണ് എന്നറിയാനുള്ള അവകാശം ആർക്കും ഉണ്ട്, കസ്റ്റമേഴ്സിനും ഉണ്ട്. അതുപോലെ തന്നെയാണ് സപ്ലയേഴ്സ്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ്, ഗവൺമെൻറ്, പബ്ലിക്, ഇതിലെല്ലാവർക്കും എന്തുണ്ട്, ഒരുപോലെ എന്തുണ്ട്, ഒരു ബിസിനസ്സിലെ ഡേറ്റാസ് എല്ലാം അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നറിയാമോ? ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകൾ. നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് ഇൻ്റർപ്രറ്റിംഗ്. എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡേറ്റ, സോ സിംപ്ലിഫൈ. The last function is communicates. The communicates the information to the proper person through the preparation of accounting reports such as ratio, graphics, diagram. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് കമ്മ്യൂണിക്കേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അതൊരു പ്രോപ്പർ വേയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലേ. അത് പല രീതിയിൽ പല വേസിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയൊക്കെ? റേഷ്യോയിലൂടെ, ഒരു ഗ്രാഫിലൂടെ, അല്ലെങ്കിൽ ഒരു ഡയഗ്രത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ 5 ഫങ്ഷൻസും പഠിച്ചു അക്കൗണ്ട്സിൽ. ഫസ്റ്റ് പഠിച്ച റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ്. നമ്മൾ ഇതുവരെയും പഠിച്ചത് എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചു, അക്കൗണ്ടിങ് ഫങ്ഷൻസ് പഠിച്ചു. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? നമുക്ക് ബിസിനസ്സിൽ നടക്കുന്ന മണി വാല്യൂ ഉള്ള ഈവൻസും ട്രാൻസാക്ഷൻസും എല്ലാം എന്ത് ചെയ്ത് വയ്ക്കുക, റെക്കോർഡ് ചെയ്ത് വയ്ക്കുക അല്ലേ. ഈ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ബുക്കിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ജേണൽ എന്ന് വിളിച്ചു. ക്ലാസിഫൈ ചെയ്ത് വയ്ക്കുന്ന ബുക്കിനെ നമ്മൾ ലെഡ്ജർ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഈ ഡേറ്റാസും കാര്യങ്ങളും എല്ലാം നമ്മൾ സമ്മറൈസ് ചെയ്യണം അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് പിന്നെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. നമ്മൾ ഇതുവരെ പഠിച്ചത് അക്കൗണ്ടിൻ്റെ ഫങ്ഷൻസൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ആക്ടിവിറ്റി തരാം. എന്താണ് അക്കൗണ്ടിങ്, വാട്ട് ഈസ് അക്കൗണ്ടിങ്, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, ഇത് രണ്ടും ഒന്ന് കാണാതെ എഴുതാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.